ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തികയുടെയും അനഘയുടെയും അരികിലേക്ക് എത്തിയ സേതുമാധവൻ അനഘയോട് പറഞ്ഞു, ഇനി സന്ദീപിനെ കുറിച്ച് മോള് ഓർമ്മിക്കരുത്. അവന്റെ ഓർമ്മകൾ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കളയണം. ഇത് വളരെ പ്രയാസകരമായ കാര്യമാണെന്നും മുമ്പോട്ടുള്ള ജീവിതത്തിൽ മോനെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിരിക്കുമെന്നും എനിക്കറിയാം. എങ്കിലും മോള് അത് വളരെ ബുദ്ധിപൂർവ്വം തന്നെ ചെയ്തേ തീരൂ. എന്നാൽ മാത്രമേ ഇനിയുള്ള മോളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ആ വേദനകളെയൊക്കെ മോൾക്ക് തരണം ചെയ്ത് പോകാൻ കഴിയൂ എന്ന് പറഞ്ഞു അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന സേതുമാധവൻ പറഞ്ഞു, ഇനി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ എന്ത് ചെയ്യണമെന്ന് പോലും എന്ത് തീരുമാനത്തിലെത്തണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോ എന്ന് പറഞ്ഞു സേതുമാധവൻ മടങ്ങി. അപ്പോഴേക്കും വൃന്ദാവനത്തിലെത്തിയതിനു ശേഷം ആതിര എല്ലാവരുടെയും സംസാരം കേട്ടിട്ട് ആകെ വിഷമത്തോടെ റൂമിലിരുന്നു. അപ്പോഴാണ് അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കാമെന്ന് ആതിര തീരുമാനിച്ചത്. ഉടനെ തന്നെ ഫോൺ എടുത്ത് അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ചു. അർച്ചന കോള് കണ്ട് മൊബൈൽ കയ്യിലെടുത്ത് കുറെ നേരം നോക്കിയിരുന്നു. ആതിര എന്തായിരിക്കും പറയുന്നത് എന്നറിയാനായി അവളോട് എന്ത് പറയണം എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം അർച്ചന കുറച്ചു നേരത്തേക്ക് ശേഷം കോള് അറ്റൻഡ് ചെയ്തു. കോൾ എടുത്ത ഉടനെ ഹലോ എന്ന് അർച്ചന പറയുന്നത് കേട്ട് ആതിര, ചേച്ചി എന്നോട് പിണക്കമാണോ എന്ന് ചോദിച്ചു. ആതിരയുടെ ചോദ്യം കേട്ട് അർച്ചന പറഞ്ഞു, ഞാൻ നിന്നോട് എന്തിനു പിണങ്ങിയിരിക്കണം? ഇനി പിണങ്ങിയിരുന്നിട്ട് എന്താ കാര്യമുള്ളത് എന്ന് അർച്ചന അന്വേഷിച്ചത് കേട്ട് ആതിര പറഞ്ഞു, ചേച്ചിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം, എന്റെ അവസ്ഥയൊന്ന് ചേച്ചിയെങ്കിലും ഒന്ന് തിരിച്ചറിയണം എന്ന് പറഞ്ഞതും ആതിരയോട് അർച്ചന പറഞ്ഞു, അത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ, നിന്നെ മനസ്സിലാക്കിയത് കൊണ്ടും സന്ദീപിനെ മനസ്സിലാക്കിയത് കൊണ്ടും ഒക്കെയായിരുന്നല്ലോ നിങ്ങളുടെ ജീവിതം ഒന്നിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ അതിനിടയിൽ ഇത്രത്തോളം എത്തിയ വിവരം നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു. സന്ദീപിന്റെ വിവാഹം നിശ്ചയിച്ചപ്പോഴെങ്കിലും നിനക്കൊന്ന് പറയാമായിരുന്നു എന്ന് ആതിരയോട് അർച്ചന അറിയിച്ചു. അത് കേട്ടതും ആതിര പറഞ്ഞു, ചേച്ചി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇക്കാര്യം അറിഞ്ഞത് ചേച്ചിയോട് പറയണമെന്ന് കരുതിയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും സന്ദീപ് വിളിച്ച് മറ്റൊരു വിവാഹത്തിന്, പ്രത്യേകിച്ച് അനഘയുമായിട്ടുള്ള വിവാഹത്തിന് സന്ദീപ് സമ്മതം മൂളിയെന്ന് അറിഞ്ഞതോടെ ഞാൻ ആകെ തകർന്നു പോയി ചേച്ചി. അത് മാത്രമല്ല, അനൂപേട്ടനും ദയാനന്ദ മാഷും ഒപ്പം അവിടെ എത്തിയതിനു ശേഷം കമലെടുത്തിയും അതോടൊപ്പം തന്നെ തന്റെ അമ്മയും മീരെടുത്തിയും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ആതിരയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അതോടൊപ്പം തന്നെ ഇപ്പോ അർച്ചന പറഞ്ഞത് കൂടിയായപ്പോ ആതിര വിഷമത്തോടെ പറഞ്ഞു, ചേച്ചി എല്ലാം ഞാൻ പറയാൻ ആഗ്രഹിച്ചതായിരുന്നു. ആദ്യം സന്ദീപിനോട് ഇക്കാര്യം പറയണമെന്ന് കരുതി. പക്ഷേ സന്ദീപ് മറ്റൊരു തീരുമാനത്തിലെത്തിയപ്പോൾ ഞാനാകെ തകർന്നുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിപ്പോയി. അതാണ് ഒന്നും പറയാനാകാതെ ഞാൻ നിന്നുപോയത്. അതിനുശേഷം ചേച്ചിയോടും സച്ചേട്ടനോടും എങ്കിലും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അതിനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായില്ല ചേച്ചി. എല്ലാ രീതിയിലും ഞാൻ തകർന്നുപോയി. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. ഉടനെ ആതിര ഇതെല്ലാം പറഞ്ഞത് കേട്ട് അർച്ചന പറഞ്ഞു, മോളെ ഇപ്പോ നമ്മൾ എങ്ങനെയെങ്കിലും ഇക്കാര്യം പറഞ്ഞ് എല്ലാവരുടെയും അനുവാദം മേടിക്കാമെന്ന് കരുതിയ അവസ്ഥയിലല്ല ഇപ്പോ കാര്യങ്ങൾ. നമ്മൾ ചിന്തിച്ചതുപോലെയല്ല ഇപ്പോ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. നമ്മൾ കരുതിയതിനേക്കാളും കൂടുതൽ വഷളായി ഇപ്പോ കാര്യങ്ങൾ. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയേ തീരൂ. ഇപ്പൊ തന്നെ ഈ കുടുംബങ്ങൾ തമ്മിൽ വലിയ അകൽച്ചയിലേക്ക് എത്തി. ഇതിലും വലിയ പ്രശ്നത്തിലെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അർച്ചന അറിയിച്ചു. അത് കേട്ടതും ആതിര പറഞ്ഞു, ശരിയാണ്, അച്ചേച്ചി പറഞ്ഞത് സത്യം തന്നെയാണ്. ഇതിനേക്കാളേറെ വലിയ പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടായതിനു ശേഷം മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകൂ എന്ന് എനിക്കും തോന്നുന്നത്. എങ്കിലും സന്ദീപ് ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഞാൻ കരുതുന്നതെന്ന് അർച്ചന പറഞ്ഞു. ഉടനെ തന്നെ സന്ദീപുമായി ഞാൻ സംസാരിച്ചിട്ട് എന്താ വേണ്ടതെന്ന് മോളെ വിളിച്ചറിയിക്കാമെന്ന് അർച്ചന ആതിരയോട് അറിയിച്ചു. അത് കേട്ടതും ആതിര പറഞ്ഞു, അല്ല, വീട്ടിലെത്തിയതിനു ശേഷമുള്ള അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് അർച്ചന അന്വേഷിച്ചു. ഉടനെ തന്നെ ആതിര പറഞ്ഞു, ഇവിടെ എത്തിയതിനു ശേഷം ഏട്ടനാകെ വിഷമത്തിലായിരുന്നു. ഏട്ടനും അച്ഛനും അമ്മയും ഒക്കെ എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. ശരിക്കും അവരുടെ എല്ലാം മനസ്സ് തകർത്ത് കളഞ്ഞവളല്ലേ ഞാൻ, അവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയവളല്ലേ ഞാൻ എന്ന് പറഞ്ഞ് ആതിര എന്തായാലും ഞാൻ ഫോൺ ചെയ്യാൻ ചേച്ചി എന്ന് പറഞ്ഞ് വെക്കുന്നു. അതിനുശേഷം എന്ത് തീരുമാനിക്കുമെന്നറിയാതെ ആകെ വിഷമിച്ച് അർച്ചനയെ ആതിരയുടെ വാക്കുകൾ കേട്ട് സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെല്ലിശ്ശേരിയുടെയും വൃന്ദാവനത്തിലെയും മനസ്സുകൾ തമ്മിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഓർത്തുകൊണ്ട് അർച്ചന ആകെ വിഷമത്തിലായി. പിന്നീട് വൃന്ദാവനത്തിലുള്ള എല്ലാവരും ചേർന്ന് ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരം കാണും എന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഉടനെ മീര അനൂപിനരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, എത്രയും വേഗം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടേ തീരും. 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ കൊച്ചിന് തന്നെയാണ് ഇതുകൊണ്ട് മാനക്കേട് വരിക.
ഇപ്പൊ തന്നെ നമുക്ക് ഇതിങ്ങനെ ഒരുക്കി തീർക്കാൻ കഴിയില്ല. കാരണം കുറച്ചു നാൾ കഴിയുമ്പോൾ അവളുടെ വയറങ്ങ് പുറത്തേക്ക് വരും. നാട്ടുകാർ ചോദ്യം ചോദിച്ചു തുടങ്ങും. അത് മറക്കണ്ട. അതുകൊണ്ട് നെല്ലിശ്ശേരിയിലുള്ളവർ സന്ദീപിന്റെ മനസ്സ് മാറ്റുന്നതിന് മുമ്പ്, സന്ദീപിനെ കാര്യങ്ങൾ പറഞ്ഞ് ആ മനസ്സ് മാറുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ തീരൂ എന്ന് അനൂപിനോട് മീര അറിയിച്ചു. അത് കേട്ടതും മീരയുടെ വാക്കുകൾ കേട്ട് കമലെടുത്തി മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതേ മോനെ, മീര പറഞ്ഞതും ശരി തന്നെയാണ്. ഇനിയും ഇക്കാര്യത്തിൽ വൈകിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണണം. ആതിരയുടെ വിവാഹകാര്യം, ആതിരയും സന്ദീപുമായിട്ടുള്ള ഈ വിവാഹത്തെക്കുറിച്ച് നെല്ലിശ്ശേരിയിലുള്ളവരുടെ തീരുമാനം എന്തെന്ന് നമ്മൾ കാത്തിരിക്കുന്നത് ശരിയല്ല. ഇക്കാര്യത്തെക്കുറിച്ച് നമ്മൾ അവരോട് സംസാരിക്കാതെ അവരും ഇതൊരു തണുപ്പം മട്ടിലങ്ങ് മറന്നതുപോലെ കഴിയും എന്ന് കമലെടുത്തി അറിയിച്ചു. ഉടനെ മീര പറഞ്ഞു, അത് മാത്രമല്ല, അതൊരു ചെറുക്കനാണ്. അവന്റെ വീട്ടുകാർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. പെൺവീട്ടുകാർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക. ഇവിടുത്തെ പെങ്കൊച്ച് കുറച്ചു ദിവസം കഴിയുമ്പോ അവളുടെ അവസ്ഥ കുറച്ചുകൂടി ദാരുണമാകും. അപ്പോ നാട്ടുകാർ പലതും ചോദിച്ചു തുടങ്ങും. അത് മറക്കണ്ട എന്ന് പറയുമ്പോ ഉടനെ അനു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നമ്മള് ഇക്കാര്യത്തിൽ അവരോട് ചെന്ന് അനുവാദം ചോദിച്ചിട്ട് ഒരു തീർച്ച ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമോ? ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് എന്റെ സഹോദരിമാർ രണ്ടുപേരും കൂടിയല്ലേ? അവര് തന്നെ അതിനൊരു പരിഹാരം കാണട്ടെ. ഇത്രയൊക്കെ ആക്കി വെച്ചവള് എന്ന് പറഞ്ഞ് ആതിരയുടെ റൂമിന് നേരെ കൈ ചൂണ്ടി സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അനൂപ് സംസാരിക്കുന്നത് കേട്ട് വേഗം ആതിര പുറത്തേക്ക് ഇറങ്ങി വന്നു. ആതിരയെ കണ്ടതും അനൂപ് ദേഷ്യം അടക്കി വെച്ച് വേഗം പുറം തിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ ദയാനന്ദ പറഞ്ഞു, മോനെ അനൂപേ, നീ പറയുന്നതൊക്കെ ശരി തന്നെയാ, സമ്മതിച്ചു. പക്ഷെ മീര പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മള് ഇപ്പോ അവരോട് വാശി കാണിച്ച് ഒന്നും മിണ്ടാതിങ്ങനെ മാറി നിന്നാൽ നമുക്ക് തന്നെയാണ് അതിന്റെ മാനക്കേടും നഷ്ടവും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നമുക്ക് എന്തായാലും നാളെ നെല്ലിശ്ശേരിയിലേക്ക് പോകാം. അനൂപേ, നീയും എന്റെ കൂടെ വരണം. നമുക്ക് അവിടെ ചെന്ന് സേതുവിനോട് സംസാരിക്കാം. അവന്തികയുടെയും സേതുവിന്റെയും അപ്പോഴത്തെ ആ ദേഷ്യത്തിന് അവരങ്ങനെ പറഞ്ഞതായിരിക്കും. കാരണം അവരെയും കുറ്റപ്പെടുത്താനാവില്ലല്ലോ. അവരുടെ ചെറുക്കൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിലും നമ്മൾ ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ട് അത് അവരിൽ നിന്ന് മറച്ചു വെച്ചില്ലേ? അത് നമ്മൾ ചെയ്ത തെറ്റല്ലേ എന്ന് സേതുമാധവനെയും അവന്തികയെയും ന്യായീകരിച്ചുകൊണ്ട് ദയാനന്ദ മാഷ് അറിയിച്ചു. അത് കേട്ടതോടെ അനൂപ ഒന്നും മിണ്ടാതെ അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അപ്പുറത്ത് ആതിര വന്ന് നിൽക്കുന്നത് മറ്റെല്ലാവരും നോക്കി. ഉടനെ തന്നെ അനൂപ് പറഞ്ഞു, ഇല്ല, ഞാൻ എന്തായാലും അവിടേക്ക് വരുന്നില്ല. ഇവളുടെ കാര്യം സംസാരിക്കാനായിട്ട് ഞാനെന്നല്ല, ഇവിടുന്ന് ആരും തന്നെ നെല്ലിശ്ശേരിയിലേക്ക് പോകുന്നില്ല. ഇക്കാര്യത്തിന് ഒരു തീരുമാനം അവരും കൂടി ഉണ്ടാക്കട്ടെ. അവരുടെ നിലപാടെന്താന്ന് നമുക്കൊന്ന് അറിയാമല്ലോ എന്ന് അവരിങ്ങോട്ട് വരട്ടെ എന്ന് വേഗം അനൂപ് പറഞ്ഞത് കേട്ട് ഉടനെ തന്നെ കമലെടുത്തി അരികിലേക്ക് എത്തി. എടാ മോനെ, നീ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. നീ ഒന്ന് മനസ്സിലാക്ക്. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി നീ ഒന്ന് തിരിച്ചറിയെന്ന് പറഞ്ഞതും അനൂപ് മറുപടി ഒന്നും പറയാതെ വേഗം അകത്തേക്ക് കയറിപ്പോയി. ഉടനെ പിന്നാലെ കമലെടുത്തി വീണ്ടും എത്തി. എടാ മോനെ, ഞാൻ പറയുന്നൊന്നും നീ മനസ്സിലാക്കിക്കേ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനൊക്കെ പറഞ്ഞാൽ അത് രണ്ടാമത്തെ കാര്യമല്ലേ. ആദ്യം നമുക്ക് ഇപ്പൊ അവിടേക്ക് ചെന്ന് കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാം. അച്ചുവും അവിടെ ഉണ്ടല്ലോ. ഈ ഒരു പ്രശ്നത്തിന് ഉടനെ ഒരു പരിഹാരം കണ്ടേ തീരൂ. അല്ലാതെ ഇതിനൊരു പരിഹാരം വേറെ ഇല്ല എന്ന് അവർ അറിയിച്ചു. അപ്പോഴേക്കും അനൂപ് പറഞ്ഞു, അതെ, അവർ അരികിലേക്ക് ചെന്നിട്ട് ഈ വിവാഹം നടക്കാനായി അവർ അനുമതി നൽകിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും നാണം കെട്ട് ഇവിടേക്ക് വരേണ്ടി വരില്ലേ? അത് മാത്രമല്ല, എത്രയും പെട്ടെന്ന് ആതിരയെയും സന്ദീപിന്റെയും വിവാഹബന്ധം വേർപെടുത്തണം. അതാണ് എന്റെ തീരുമാനം. ഉടനെ തന്നെ നല്ലൊരു വക്കീലിനെ പോയി കാണുക. വക്കീലിനോട് കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ ബന്ധം വേർപെടുത്തുക. അതിനുശേഷം ചെയ്യേണ്ടത് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ കാര്യമാണ്. ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. ആ കുഞ്ഞിനെ കളഞ്ഞിട്ട് മറ്റൊരു വിവാഹം അവൾക്ക് കണ്ടെത്തണം. അത്രേ ഉള്ളൂ ഇതിനുള്ള പരിഹാരം എന്ന് അനൂപ് അറിയിച്ചു. അത് അപ്പുറത്തു നിന്ന് ആതിര കേൾക്കാനിടയായി. ആതിര ആകെ വിഷമത്തോടെ തന്റെ കുഞ്ഞിനെ ഓർത്ത് ആ വയറ്റത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ആതിര സങ്കടത്തോടെ നിന്നു. ഈ സമയത്ത് മീര അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അനുപേട്ട, അത്ര പെട്ടെന്ന് ഈ കാര്യത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നാണോ അനുപേട്ടൻ പറയുന്നത്? ഇത്ര വേഗം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണോ അനുപേട്ടന്റെ വിശ്വാസം എന്ന് ചോദിച്ചതും അനൂപ് പറഞ്ഞു, പിന്നല്ലാതെ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് അവളും ഇപ്പോ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുവല്ലേ? അവിടെ വെച്ച് അത്രയൊക്കെ അവൻ പറഞ്ഞെങ്കിലും അവസാനം ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ അവന്റെയും നാവ് പൊന്തിയില്ലല്ലോ എന്ന് സേതുമാധവന്റെ ഒക്കെ നിലപാടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അനൂപ് ശബ്ദമുയർത്തി. ഇതെല്ലാം കേട്ടു നിന്ന
ആതിര ആകെ വിഷമത്തിലായി. ഉടനെ ആതിരയുടെ അരികിലേക്ക് എത്തിയിട്ട് അനൂപ് പറഞ്ഞു, നീ നിന്റെ തോന്നിവാസത്തിന് ഓരോന്നും കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പോ നിന്നെ കുറിച്ച് ഓർത്ത് ഇവിടെ തീ തിന്നുന്ന മനസ്സുകൾ ഇതുപോലെ കുറച്ചു പേരുണ്ടെന്നുള്ള കാര്യമെങ്കിലും നീ ഓർത്തില്ലല്ലോ എന്ന് ആതിരയെ കുറ്റപ്പെടുത്തി അനൂപ് സംസാരിച്ചു. എല്ലാം കേട്ട് ആതിര കണ്ണീരോടെ അനൂപിന്റെ അരികിലേക്ക് ചെന്നു. അനൂപേട്ടാ, എനിക്ക് ഒരു കാര്യം അനൂപേട്ടനോട് പറയാനുള്ളൂ. സന്ദീപിനെയും എന്നെയും വേർതിരിക്കരുത് അനൂപേട്ടാ. അനൂപേട്ടൻ ദയവ് ചെയ്ത് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തരുത്. സന്ദീപുമായിട്ട് ഒരു ജീവിതം മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് സന്ദീപുമായിട്ടുള്ള എന്റെ ജീവിതത്തിന് വേണ്ടി അനൂപേട്ടൻ ഒരിക്കൽ കൂടി നെല്ലിശ്ശേരിയിൽ ചെന്ന് ഒന്ന് സംസാരിക്കണം. ഒരിക്കൽ കൂടി മാത്രം. ഇതെന്റെ അപേക്ഷയാണ് അനൂപേട്ട എന്ന് പറഞ്ഞ് ആതിര വേഗം അനൂപിന്റെ കാല് പിടിച്ചു. അനൂപിന് അതിന് ഒരു മറുപടിയും പറയാനാകാതെ അനൂപാകെ തകർന്നു നിൽക്കുമ്പോൾ ആതിര അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. തന്റെ ആ അപേക്ഷ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആതിര അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ കമലെടുത്തി മുന്നിലേക്ക് വന്നിട്ട് അനൂപിനോട് പറഞ്ഞു, എടാ മോനെ, നമുക്ക് അങ്ങനെ അങ്ങ് ഇവിടെ തള്ളിക്കളയാൻ കഴിയുവോടാ? നീ ഒന്ന് ആലോചിക്ക്. അവള് പറഞ്ഞതുപോലെ നാളെ ഒന്ന് ചെന്ന് സംസാരിക്കാമടാ എന്ന് അനൂപിനോട് കമലെടുത്തിയും ആവശ്യപ്പെട്ടു. കമലെടുത്തി കൂടി പറഞ്ഞത് കേട്ട് ഒന്നും മിണ്ടാതെ അനൂപ് അങ്ങനെ പിന്തിരിഞ്ഞു നിൽക്കുമ്പോൾ മീര വേഗം ആതിര അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ആതിരെ, നീ റൂമിലേക്ക് ചെല്ല്. എന്തായാലും ഈ പ്രശ്നത്തിന് ഞങ്ങൾ ഉടനെ ഒരു പരിഹാരം ഉണ്ടാക്കാം. ഞങ്ങള് ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എത്തിക്കോളാം എന്ന് പറഞ്ഞ് ആതിര അവിടുന്ന് പറഞ്ഞയച്ചു. ആതിര പോയി കഴിയുമ്പോഴേക്കും മീര വേഗം അനൂപിന്റെ അരികിലേക്ക് ചെന്നു. അനൂപേട്ടൻ പറയുന്നത് പോലെ അത്ര നിസ്സാരമല്ല ഇക്കാര്യം. കാരണം ആതിര ഇപ്പോ സന്ദീപിന്റെ ഭാര്യയാണ്. അക്കാര്യം മറക്കരുത്. നിയമപരമായി അവർ വിവാഹിതരാണ്. നാളെ ഒരു സുപ്രഭാതത്തിൽ സന്ദീപ് വീട്ടിലേക്ക് വന്ന് എന്റെ ഭാര്യയും കുഞ്ഞിനെയും ഞാൻ കൊണ്ടുപോകുന്നു, ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നമ്മളോട് അവരെ അന്വേഷിച്ചാൽ നമുക്ക് എന്ത് പറയാൻ കഴിയും? ആ നിമിഷം ആതിരയെ അവർ സന്ദീപിനോടൊപ്പം പറഞ്ഞയക്കുകയല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല അനൂപേട്ട. ആ സമയത്ത് ആ കുഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സന്ദീപിനോട് നമ്മൾ എന്ത് മറുപടി നൽകും? സന്ദീപ് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെന്തെങ്കിലും മറുപടി പറയാൻ ഉണ്ടാകുമോ അനൂപേട്ട? അതുകൊണ്ട് ഒറ്റ തവണ കൂടി അനൂപേട്ടൻ ഇതിനെ സമ്മതിക്കണം. നെല്ലിശ്ശേരിയിൽ ചെന്ന് ഇക്കാര്യം സംസാരിക്കാൻ അനൂപേട്ടൻ അച്ഛനോടൊപ്പം പോകണം. ഈ ഒരു വട്ടം കൂടി മാത്രം. ഇത്തവണ അവരുടെ തീരുമാനം നമുക്ക് അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ ആതിരയെ സ്വീകരിക്കാനും സന്ദീപ് ഒത്തൊരു ജീവിതം ആതിരയ്ക്ക് നൽകാനും അവർ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വന്നതിന് ശേഷം ആതിരയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അനൂപേട്ടൻ പറഞ്ഞതുപോലെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങളത് അവളെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യാം. തൽക്കാലം ഒരു വട്ടത്തേക്ക് കൂടി നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടല്ല എന്നൊരു കുറ്റപരം, അങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ അവളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നേരെ ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഒരിക്കൽ കൂടി ശ്രമിച്ചിട്ടാണ് അവര് ഈ വിവാഹത്തിൽ നിന്ന് മാറിയത് എന്ന് നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാവല്ലോ എന്ന് ആതിരയുടെ കാര്യത്തിൽ ഇപ്പോഴും അനൂപ് മറ്റൊരു നിലപാട് സ്വീകരിച്ചത് കൊണ്ട് മീര അനൂപിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതിനുശേഷം അനൂപ് മീര പറഞ്ഞതുകൂടി കേട്ടതിന് ശേഷം എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് അനൂപ് എത്തി. അതിനുശേഷം നെല്ലിശ്ശേരിയിലേക്ക് അച്ഛനെ വിളിച്ച് മീര വിവരങ്ങളൊക്കെ അറിയിക്കുന്നു. നാളെ തന്നെ അച്ഛനും അനൂപേട്ടനും കൂടി ഇക്കാര്യം സംസാരിക്കാനായി നെല്ലിശ്ശേരിയിലേക്ക് വരുന്നു എന്ന് അർച്ചനയോട് മീര വിളിച്ചറിയിച്ചു. ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മീരയുടെ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അർച്ചന എന്ത് ചെയ്യുന്നോർത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് സച്ചി എത്തി. സച്ചി മറ്റു പല തിരക്കുകളുമായിട്ട് നടക്കുന്നത് കൊണ്ട് അർച്ചന വേഗം സച്ചിയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു, സച്ചിയേട്ടാ, നാളെ വൃന്ദാവനത്തിൽ നിന്ന് അച്ഛനും അനൂപേട്ടനും കൂടി ഇവിടേക്ക് വരുന്നുണ്ട്. ആതിരയുടെയും സന്ദീപിന്റെയും കാര്യം സംസാരിക്കാനായിട്ട് എന്നറിയിച്ചു. അത് കേട്ടതോടെ സച്ചി പറഞ്ഞു, എടോ, അതിപ്പോ ഇവിടെയുള്ളവരുടെ ആരുടെയും ദേഷ്യമൊന്നും അങ്ങ് കെട്ടടങ്ങിയിട്ടില്ല. ഈ അവസ്ഥയിൽ ഒരിക്കൽ കൂടി അവർ ഇവിടേക്ക് വരുന്നത് അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുകയുള്ളൂ എന്ന് സച്ചി അറിയിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, അവിടെയും ഇതേ അവസ്ഥ തന്നെയാണ്. അനൂപേട്ടൻ തീരുമാനിച്ചത് അർച്ചനയെ സന്ദീപുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്താമെന്നുള്ള നിലപാടിലാണ് അനൂപേട്ടൻ നിൽക്കുന്നത്. നാളെ ഇവിടെ എത്തി സംസാരിച്ചതിന് ശേഷം ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ, നാളെ കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ആതിരയും സന്ദീപുമായിട്ടുള്ള ഡിവോഴ്സിലേക്കായിരിക്കും ഇനി കാര്യങ്ങൾ നീങ്ങുക. അത് മാത്രമല്ല സച്ചിയേട്ടാ, ആ കുഞ്ഞിനെയും ഉപേക്ഷിക്കാനാണ് അനൂപേട്ടൻ പറയുന്നത്. അത് കേട്ടതോടെ സച്ചി ആകെ വേദനയോടെ ചാടിയിരുന്നിട്ടു. ഇനി എന്താ ഇതിനൊരു പരിഹാരം കാണുക എന്നത് ഓർത്ത് സച്ചിയും അർച്ചനയും ആകെ ടെൻഷനിലായി. അർച്ചന സച്ചിയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു,
സച്ചിയേട്ടാ, ഇനി ഉടനെ ഒരു പരിഹാരം നമ്മൾ ഇതിന് കണ്ടേ തീരൂ. അല്ലാത്ത പക്ഷം ആതിരയും സന്ദീപും തമ്മിലുള്ള ബന്ധം പോലും അവസാനിപ്പിക്കാൻ അനുപേട്ടൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനിയും ഈ പ്രശ്നത്തിന് ഉടനെ തന്നെ പരിഹാരം കണ്ടെത്താൻ നമുക്കായില്ല എങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുമല്ലോ എന്ന് പറഞ്ഞു. ഉടനെ അർച്ചന മറ്റെന്തോ കൂടി ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് സച്ചി അരികിലേക്ക് എത്തി ചോദിച്ചു, അല്ല, താനെന്താ ആലോചിക്കുന്നത്? ഉടനെ അർച്ചന പറഞ്ഞു, അതല്ല സച്ചിയേട്ടാ, നമ്മൾ ഈ പ്രശ്നത്തിനിടയ്ക്ക് സന്ദീപിനെ വിളിച്ച് ഫോണിൽ ഭീഷണിപ്പെടുത്തിയ അയാളുടെ കാര്യം നമ്മൾ എല്ലാവരും വിട്ടുപോയി. സച്ചിയേട്ടൻ അയാളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നെങ്കിലും അയാൾ കിട്ടിയ തക്കത്തിന് ഈ പ്രശ്നങ്ങൾക്കിടയിൽ അയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാ ചെയ്തത് എന്നറിയിച്ചു. ഉടനെ സച്ചി പറഞ്ഞു, അയാൾ പറഞ്ഞല്ലോ നന്ദേട്ടനുമായിട്ടുള്ള ബിസിനസ്സിൽ ഉണ്ടായിരുന്ന പക കാരണമാണ് ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയതെന്ന്. അത് കേട്ടതും അർച്ചന പറഞ്ഞു, ഒരിക്കലും അല്ല സച്ചിയേട്ടാ, അതൊക്കെ അയാൾ വെറുതെ പറഞ്ഞതാണ്. സന്ദീപിന്റെ വിവാഹകാര്യം വെച്ച് മാത്രം അയാൾ എന്തിന് ഇങ്ങനെ ഒരു വിലപേശൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തൽ നടത്തണം എന്ന് അർച്ചന ചോദിച്ചതും സച്ചി പറഞ്ഞു, അത് ആദ്യം അയാൾ അങ്ങനെ ചെയ്തതായിരിക്കും, ഇനിയുള്ളത് അയാളുടെ മറ്റൊരു നീക്കമായിരുന്നിരിക്കണം എന്ന് അർച്ചനയോട് സച്ചി പറഞ്ഞു. എന്തായാലും അതൊക്കെ താനിപ്പോ വിട്, അതിനും പ്രധാനം നമുക്ക് സന്ദീപിന്റെയും ആതിരയുടെയും കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തുക എന്നതല്ലേ എന്ന് അർച്ചനയോട് സച്ചി അന്വേഷിച്ചു. അർച്ചന അപ്പോഴേക്കും ആലോചിച്ചു, എന്തായിരിക്കും ഇതിനൊരു പരിഹാരം? നാളെ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഒരു ഉറച്ച തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുമല്ലോ എന്നോർത്ത് അർച്ചന സച്ചിയോട് പറഞ്ഞു, നാളത്തോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സച്ചിയേട്ടാ, നമുക്ക് അതിലും വലിയ ഒരു കളി കളിക്കേണ്ടി വരും. അത് രണ്ടിലൊന്ന് തീരുമാനിക്കാൻ വേണ്ടി തന്നെയായിരിക്കും. അത് നമ്മൾ എടുക്കുന്ന വലിയൊരു നീക്കം തന്നെയായിരിക്കുമെന്നും അർച്ചന സച്ചിയെ ഓർമ്മിപ്പിച്ചു. അതിനുശേഷം റൂമിലിരുന്ന് ആതിര സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കമലയെടുത്തി എത്തി. കമലയെടുത്തി വന്ന് ആതിരയോട് പറഞ്ഞു, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ആതിരയുടെ മടിയിൽ കൈവച്ചുകൊണ്ട് തൊട്ടരികിലിരുന്ന മകളോട് അങ്ങനെ കമലയെടുത്തി പറയുമ്പോൾ ആതിര ചോദിച്ചു, അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനായിട്ട് ഇങ്ങനെ ഒരു മുഖപരിയുടെ ആവശ്യമുണ്ടോ അമ്മേ എന്ന് ആതിര അന്വേഷിച്ചതും ഉടനെ കമലയെടുത്തി പറഞ്ഞു, ഇപ്പോ അങ്ങനെയൊക്കെയല്ലേ, കാരണം നീ ഇപ്പോ എന്റെ ആ പഴയ മകളല്ലല്ലോ, നീ ഇപ്പോ നെല്ലിശ്ശേരിയിലെ മരുമകളല്ലേ, അപ്പോ ഇങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നത് എന്ന് ആതിരയോട് കമലയെടുത്തി അറിയിച്ചു. അത് കേട്ടതും ആതിര ആകെ വിഷമത്തോടെ എഴുന്നേറ്റ് മാറി നിന്നു. കമലയെടുത്തി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, മോളെ, എനിക്കറിയാം നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി, ഏതവസ്ഥയിലാണെങ്കിലും ശരി, നമ്മുടെ കഴുത്തിൽ നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളുടെ ഇഷ്ടത്തോടെ ഒരാൾ നമ്മുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ ഏത് പ്രതിസന്ധിയിലും നമ്മൾ തള്ളിക്കളയില്ല. അയാളെ ഒരിക്കലും ഒറ്റുകൊടുക്കുകയോ തള്ളി പറയുകയോ ചെയ്യില്ല. എന്നിട്ട് നീ ഇവിടെ എന്താ മോളെ കാണിച്ചത്? സന്ദീപ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടും ആ കാര്യം മറച്ചു വെച്ച് അജയനുമായിട്ടുള്ള വിവാഹത്തിന്, ആ വിവാഹ നിശ്ചയത്തിലേക്ക് വരെ നീ കാര്യങ്ങൾ എത്തിച്ചില്ലേ എന്ന് ആതിരയോട് കമലയെടുത്ത് ചോദിച്ചു. അത് കേട്ടതും ആതിര പറഞ്ഞു, അമ്മേ, എനിക്കറിയാമായിരുന്നു ആ വിവാഹം നടക്കില്ല എന്ന്, ആ വിവാഹം മുടങ്ങുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് ആതിര പറഞ്ഞതും കമലയെടുത്ത് ചോദിച്ചു, എങ്കിലും അത് ആ വിവാഹ നിശ്ചയത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോ ആതിര പറഞ്ഞു, അതിന് ഞാനാണോ അമ്മേ കാരണക്കാരി? ഞാൻ പറഞ്ഞിട്ടാണോ ഈ വിവാഹം നിശ്ചയിച്ചത്? ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് വിവാഹം വേണ്ട എന്ന്? അനുപേട്ടന്റെ വാശിയല്ലേ ഇതിനെല്ലാത്തിനും കാരണം? അന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ആതിര കരയുമ്പോ കമലയെടുത്തി പറഞ്ഞു, അതെ, അവന്റെ വാശി തന്നെയാ. അവൻ വാശി കാണിച്ചത് എന്തുകൊണ്ടാണെന്നറിയുമോ? നിനക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് അറിയിച്ചപ്പോ, പ്രത്യേകിച്ച് സന്ദീപിനെ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞപ്പോ ആ വിവാഹം നടത്താനും നിങ്ങളെ രണ്ടുപേരെ ഒന്നിപ്പിക്കാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിന്റെ അച്ഛനും അവനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. അത് നിനക്കറിയാവല്ലോ. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ഞാൻ നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ മോളെ എന്ന് കമലയെടുത്തി ആതിരയോട് പറഞ്ഞു. എന്തായാലും ശരി, അതൊക്കെ സംഭവിച്ചു പോയി. അവൻ നിനക്ക് നല്ലൊരു ഭാവി കിട്ടണമെന്ന് ഓർത്തിട്ടാണ് നീയും സന്ദീപുമായിട്ടുള്ള വിവാഹ കാര്യം നീയും അച്ചുവും സന്ദീപും മറച്ചു വെച്ചിട്ടും ആ വിവാഹം പോലും അറിയാതെ നിനക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടാനായിട്ട് എന്റെ മോൻ ഓടി നടന്ന് കഷ്ടപ്പെട്ടത്. അതൊക്കെ പോട്ടെ, ഇപ്പൊ ഞാൻ നിന്റെ അരികിലേക്ക് വന്നത് മറ്റൊരു കാര്യം പറയാനാണ് മോളെ. നാളെ നിന്റെയും സന്ദീപിന്റെയും കാര്യം സംസാരിക്കാനായിട്ട് നെല്ലിശ്ശേരിയിലേക്ക് അച്ഛനും അനുവും പോകാനായി തീരുമാനിച്ചു കഴിഞ്ഞു. അവർ രണ്ടുപേരും കൂടി അവിടേക്ക് ചെന്ന് കഴിയുമ്പോ സന്ദീപിന്റെയും സേതുവേട്ടന്റെയും നിലപാട് എന്താണ് എന്ന്
ആ നിമിഷം അവിടെ നിന്ന് അറിയാൻ കഴിയുമല്ലോ. അവിടെ എത്തിയതിനു ശേഷം നിന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ തന്റെ ഇടമില്ലാത്തവനായി പോയത് കൊണ്ടാണല്ലോ ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നാളെ അവിടെ എത്തിയതിനു ശേഷം നെല്ലിശ്ശേരിക്കാരുടെ തീരുമാനം എന്തെന്നറിഞ്ഞിട്ടും നിന്നെ അവർ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ മോള് മറ്റൊരു കാര്യത്തിന് സമ്മതിക്കണം. അത് മറ്റൊന്നുമല്ല, അനൂപ് പറഞ്ഞതുപോലെ തന്നെ മോള് സന്ദീപുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്താൻ തയ്യാറാകണം. അതോടൊപ്പം തന്നെ മോളുടെ വയറ്റിലുണ്ടായ ഈ കുഞ്ഞിനെ മോളങ്ങ് മറന്നേക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട് ഞെട്ടലോടെ ആതിര പിന്നിലേക്ക് പോയി അമ്മയെ എന്ന് സങ്കടത്തോടെ വിളിക്കുമ്പോൾ ഉടനെ കമലെടുത്തി ആതിരയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, 3 പെറ്റ അമ്മയാണ് ഈ നിൽക്കുന്നത്. 3 കുഞ്ഞുങ്ങളെ പെറ്റ് വളർത്തിയ അമ്മ. ആ അമ്മ തന്നെ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഒരു മകൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആ അമ്മ തന്നെയാണ്. എന്നാൽ ഇന്ന് എനിക്ക് ഏറെ സന്തോഷം തോന്നേണ്ട സന്ദർഭവുമാണിത്. പക്ഷേ മറ്റെല്ലാ അമ്മമാരെക്കാളും ഇരട്ടി സന്തോഷം ഉണ്ടാകേണ്ട നിമിഷം. എന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ മോളോട് അമ്മയ്ക്ക് ഇതേ പറയാൻ കഴിയൂ. അല്ലെങ്കിൽ മോളെ, നിന്നെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത, നിന്നെ ഇഷ്ടപ്പെടാത്ത, നിന്നെ സ്നേഹിക്കാത്ത അങ്ങനെ ഒരു വ്യക്തിയുടെ കുഞ്ഞിനെ നീ എന്തിനു ഇങ്ങനെ വയറ്റിൽ പേറിക്കൊണ്ട് നടക്കണം? അത് മാത്രമല്ല, ആ കുഞ്ഞിന് നീ എന്തിനു ജന്മം നൽകണം? നിന്നെ വേണ്ടാത്തവന്റെ കുഞ്ഞിനെ നീ എന്തിന് ജന്മം നൽകി ഈ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടണം? അത് മാത്രമല്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ അച്ഛനാരെന്ന് പറയാൻ കഴിയാത്ത ഒരു കുഞ്ഞുമായിട്ട് നീ ഇങ്ങനെ നരക ജീവിതം നയിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരാലും ശപിക്കപ്പെട്ട ഒരു കുഞ്ഞിന്റെ അമ്മയായി എൻ്റെ മോള് ഈ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് കാണാൻ അമ്മയ്ക്ക് കഴിയില്ല. അതുകൊണ്ടാണ് മോളെ അമ്മ ഇങ്ങനെ പറഞ്ഞത് എന്ന് കമലെടുത്തി ആതിരയോട് പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് ആതിര അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അമ്മയുടെ നെഞ്ചിലേക്ക് ചേർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആതിര ആ ഒരു സങ്കടം അത് തനിക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിൽ ആതിര വിഷമത്തോടെ കമലെടുത്തിയുടെ ആ വാക്കുകൾ കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയുടെ നെഞ്ചിലേക്ക് വീഴുന്നു.